നമസ്കാരം, എല്ലാവർക്കും റിവ്യൂ മാസ്റ്ററിലേക്ക് സ്വാഗതം. കണ്ടന്റ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണനയിൽ എടുക്കുക. സംസ്ഥാന അവാർഡ് 2024 പ്രഖ്യാപിച്ചു. മികച്ച നടൻ മമ്മൂട്ടി, മികച്ച നടി, ഇങ്ങനെയുള്ള എല്ലാ കാറ്റഗറിയിലുള്ള അവാർഡും വന്നു. മികച്ച ചിത്രം മഞ്ഞുമൽ ബോയ്സ്, സംവിധായകനും തിരക്കഥാകൃത്തും ഒക്കെ ചിദംബരമാണ്. അന്നേരം ആസിഫ് അലി അർഹനല്ലേ എന്നുള്ള ചോദ്യം ഓട്ടോമാറ്റിക്കായിട്ട് ഒരു അവാർഡ് വന്നു കഴിഞ്ഞാൽ അതിന് അർഹതയുണ്ടോ അർഹതയില്ല എന്നുള്ള ചർച്ചകളാണ് പിന്നീട് അങ്ങോട്ട് നടക്കുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ള ആസിഫ് അലിയുടെ പ്രധാനപ്പെട്ട 3 ചിത്രങ്ങൾ, കിഷ്കിന്ധാകാന്ഡം, അതുപോലെ തന്നെ രേഖാചിത്രം, ലെവൽ ക്രോസ്, ഈ ചിത്രങ്ങളിലെ എല്ലാ അഭിനയം ഗംഭീര പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആസിഫ് അലിയുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസുകളിലൊക്കെ വരുന്നതാണ് ഈ 3 ചിത്രങ്ങൾ. പക്ഷേ അതിൻ്റെ ഒരു 10 മടങ്ങ് പെർഫോമൻസ് എന്ന് ഒരുപക്ഷെ ആസിഫ് അലിക്ക് പോലും തോന്നുന്ന രീതിയിലൊരു പെർഫോമൻസ് ആണ് ബ്രഹ്മയുഗത്തിനകത്തെ കുടുംബൻ പോറ്റിയുടെ. കാരണം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൈന്യൂട്ട് എന്തെങ്കിലും പാളിപ്പോയാൽ ഒരുപക്ഷെ ട്രോൾ മെറ്റീരിയൽ ആവുകയും എല്ലാവരും ട്രോളാൻ ചാൻസ് ഉള്ളതും ആ ക്യാരക്ടർ അമ്പാടെ പരാജയപ്പെടുന്നതും ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഈ മമ്മൂട്ടി ചെയ്ത കുടുംബൻ പോറ്റി. ഉറപ്പായിട്ടും മികച്ച നടന് കൊടുക്കാം. എനിക്കൊന്ന് അത്യാവശ്യം ഈ പറഞ്ഞ ആസിഫ് അലിക്ക് കൃത്യമായി ജൂറിയുടെ പ്രത്യേക പുരസ്കാരം കൊടുത്തു. പണ്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ദേശീയ തലത്തിൽ. ഇപ്പോഴത്തെ പൊളിറ്റിക്സ് ഒന്നും ഇല്ലാത്ത ദേശീയ തലത്തിൽ, അന്ന് പൊളിറ്റിക്സ് അല്ല, മികച്ച അഭിനേതാവിന് കൊടുക്കുന്ന സമയത്ത് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള അവാർഡ് വടക്കൻ വീരഗാഥയ്ക്കും മതിലുകൾക്കും കിട്ടി. 2 ചിത്രത്തിന് കിട്ടിയപ്പോൾ മോഹൻലാലിന് അന്നത്തെ പ്രത്യേക ജൂറി പരാമർശം കിരീടത്തിന് കിട്ടി. അന്നേരം അവർ വ്യക്തമായിട്ട്, അന്ന് ഇന്നത്തെ കൂട്ടല്ല, വ്യക്തമായി കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. അന്നേരം വ്യക്തമായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്നേരം ആർക്കും അതിനകത്ത് വിഷമം തോന്നിയില്ല. കാരണം മമ്മൂട്ടി 2 ഗംഭീര എക്സ്ട്രീം 2 ചിത്രങ്ങൾ നിൽക്കുന്നു. അതുപോലെ മോഹൻലാലിൻ്റെ കിരീടം ഒരിക്കലും മോശമല്ലെന്നും അത് വളരെ വ്യക്തമായിട്ട് ഒരു കാര്യങ്ങൾ പറയുകയും ചെയ്തു. പിന്നെ എനിക്ക് തോന്നിയത് കിഷ്കിന്ധാകാന്ഡത്തിനകത്ത് ഒരു മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് മഞ്ഞുമൽ ബോയ്സിനെക്കാട്ടിൽ അർഹതയുണ്ടോ എന്ന് എനിക്ക് തോന്നി. കാരണം അതിപ്പോൾ എൻ്റെ മാത്രം അഭിപ്രായമായിരിക്കും. കാരണം കിഷ്കിന്ധാകാന്ഡത്തിൻ്റെ തിരക്കഥ കുറച്ചുകൂടെ ഗംഭീരമാണ്. കാരണം അത് എടുത്തു വെച്ചേക്കുന്ന രീതി, തിരക്കഥ ഇല്ലെങ്കിൽ അത് ചിത്രം അമ്പെ പാളിപ്പോയേനെ. അതിന് വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. മഞ്ഞുമൽ ബോയ്സിന് ബാക്കിയുള്ള അവാർഡുകളെല്ലാം കിട്ടിയപ്പം അതിന് വേണമെങ്കിൽ കിഷ്കിന്ധാകാന്ഡത്തിന് അങ്ങനെ ഒരു അവാർഡ് കൊടുക്കാമായിരുന്നു. വിജയരാഘവൻ്റെ ഒക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ ഗംഭീരമായിട്ട് അഭിനയിച്ചേക്കുന്ന ചിത്രമാണ്. ഇപ്പോൾ ഇത്രയും പേർക്ക് കൊടുത്തോണ്ട് ചിലപ്പോൾ സ്പേസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും വിജയരാഘവൻ ചിലപ്പം പരിഗണിക്കാതിരുന്നത്. കാരണം ടോവിനോയ്ക്ക് കിട്ടി, ആസിഫ് അലിക്ക് കിട്ടി, വിജയരാഘവന് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക ജൂറി പരാമർശം കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. എന്തായാലും ഈ വർഷത്തെ അവാർഡ് പൊതുവെ അധികം വിവാദങ്ങൾക്ക് വകുപ്പുകൾ അധികമില്ല. പിന്നെ ഏത് അവാർഡിനും എപ്പോഴും ഒരു മറുപക്ഷം കാണുമല്ലോ. അന്നേരം നിങ്ങൾ പറയുക, ഇതിൽ അർഹത ഇല്ലാത്ത ആരൊക്കെയാണ്? അർഹതപ്പെട്ടവർക്കാണോ അവാർഡ് കിട്ടി, അർഹതപ്പെടാത്തവർക്കാണോ കിട്ടിയെന്ന് നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ പറയുക. എന്തായാലും എനിക്കൊരു 90% ഇഷ്ടപ്പെട്ട ഒരു സംസ്ഥാന അവാർഡാണ് 2024 കേരള സംസ്ഥാന അവാർഡ്. അടുത്ത വർഷം ചിലപ്പം 2024 ദേശീയ അവാർഡ് പ്രഖ്യാപിക്കുമ്പം ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ ചിലപ്പം പരിഗണിക്കാനേ ചിലപ്പം ചാൻസ് കാണത്തില്ല. മമ്മൂട്ടിക്കൊന്നും ഒരു ചാൻസ് പോലും ഇല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും അതൊക്കെ നമുക്ക് വരുന്നത് പോലെ കാണാം. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.